ഹലോ, കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരന്മാരായിട്ട് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ച് നേരെ നമ്മളത് എത്തിസലാത്താക്കാൻ തമ്മിലെത്തി. നമ്മുടെ പൂരം നടക്കുന്ന എവിടെയാണ്? ഞാൻ ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതിൻ്റെ ഒരു വൈബും കാര്യങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ ഞാൻ നാട്ടിലെത്തി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് എനിക്ക് തൃശ്ശൂർ പൂരം യു.എയിൽ നടക്കും എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റായിട്ടാണ് ഞാൻ ഇവിടെ പങ്കെടുക്കണത്. അതിന് പുറമേ തന്നെ ശരത് സാറിനെ ഗീതാമ്മേനെ കാണാൻ പറ്റി. ചേച്ചിയുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ കോപ്പി അവർക്ക് കൈമാറാൻ പറ്റി കേട്ടോ. ഒത്തിരി സന്തോഷമായിരുന്നു. നമുക്കേറെ സന്തോഷത്തിന് പുറമേ ചേച്ചിക്കായിരുന്നു ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പൂരപ്പറമ്പിൻ്റെയൊക്കെ വൈബൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ ആനച്ചമ്മയുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുപാട് ആസ്വദിച്ചു. സത്യം പറഞ്ഞാൽ ഒത്തിരി നാടിനെ മിസ് ചെയ്തു കേട്ടോ. കറക്റ്റ് ഒരു പൂരപ്പറമ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിന് പുറമെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഒത്തിരി സാധനങ്ങൾ പൂരപ്പറമ്പിൽ കാണുന്ന സാധനങ്ങളായിരുന്നാലും അതുപോലെ കളിപ്പാട്ടങ്ങളായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെല്ലാം പുറമെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ മേളത്തിനായിട്ട് ജയറാമേട്ടനും പാർവതി മേഡവും മകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പൂരത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ ദിവസത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇനിയുണ്ട് കേട്ടോ പാട്ട് വരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.